ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കളെ, നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെന്റൽ സയൻസ് ആണ്, അഥവാ പരിസര പഠനം എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? വേഗം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? നോക്കിക്കേ മക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ, ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. ഓക്കെ ആണോ മക്കളെ? നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്: ദ സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആർ ദി ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾസ് ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. Prepare notes on these two freedom struggles. Very important question. അതായത് മക്കളെ, ചോദ്യം ഇതാണ്, മലയാളം മീഡിയംകാർ ശ്രദ്ധിച്ച്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തായ സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ രണ്ട് സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ രണ്ട് സമരങ്ങളാണല്ലേ, ഉപ്പ് സത്യാഗ്രഹവും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവും. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഈ രണ്ട് സമരങ്ങളുടെ ഡീറ്റെയിൽസും അവിടെ താഴെ തന്നിട്ടുള്ള ടേബിളിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അതിനെ കുറിച്ചിട്ട് ചെറിയൊരു നോട്ട് തയ്യാറാക്കാനാണ്, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. വെരി ഇമ്പോർട്ടന്റ് മക്കളെ. കൃത്യമായിട്ട് പഠിച്ചിരുന്നോ എന്താണ് ഉപ്പ് സത്യാഗ്രഹം, എന്താണ് ക്വിറ്റ് ഇന്ത്യ സമര, എന്നാണ് അത് സംഭവിച്ചിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സമരം നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്ന മക്കളെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ പ്രോബിലിറ്റി കൂടുതലുള്ള ഒരു സെക്ഷൻ ആണ്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നോക്കിക്കേ, നമുക്ക് ആദ്യം അവയെ കുറിച്ചുള്ള പോയിന്റ്സ് ഒന്ന് എഴുതി വെക്കട്ടെ. ഇത്രയും പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സത്യാഗ്രഹത്തെ കുറിച്ച് മക്കൾക്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിന്റ് എഴുതാനായിട്ട് പറ്റും. നോക്കിക്കേ മക്കളെ, സാൾട്ട് സത്യാഗ്രഹ സ്റ്റാർട്ടഡ് ഇൻ 1913. അതായത് മക്കളെ, ഉപ്പ് സത്യാഗ്രഹം 1930 എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചത്. എന്തിനെതിരെയായിരുന്നു മക്കളെ? എഗെയിൻസ്റ്റ് സാൾട്ട് ടാക്സ്, അതായത് ഉപ്പ് നികുതിക്കെതിരെ 1930 ആരംഭിച്ച സമരമാണ് എന്ത് മക്കളെ? ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മക്കളെ? ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്, ദണ്ഡിയാത്ര. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതാട്ടോ. മിസ് ഇപ്പം ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തിനെതിരെയായിരുന്നു, എന്നായിരുന്നു, അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത് മക്കളെ? ദണ്ഡിയാത്ര എന്ന് പറയുന്നത് അല്ലെ. സബർമതി ആശ്രമം മുതൽ ദണ്ഡിക്കടപ്പുറം വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്ന് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ അടുത്ത് നമുക്ക് എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരുന്നു മക്കളെ. സ്റ്റാർട്ടഡ് ഇൻ 1942. 1942 അത് ആരംഭിച്ചിട്ടുള്ളത്. ഡിമാൻഡഡ് ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. എന്താണ് മക്കളെ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ക്വിറ്റ് ഇന്ത്യ സമരത്തില്. ദെൻ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ആയിരുന്നു മക്കളെ, ഡു ഓർ ഡൈ. എന്തായിരുന്നു മക്കളെ? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് മക്കളെ മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിക്കുക മക്കളെ, സാൾട്ട് സത്യാഗ്രഹ. നോക്കിക്കേ, ദ സാൾട്ട് സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1930 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. അതായത് മക്കളെ 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരമാണ് ഇത് മക്കളെ? സാൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ടു ദി protest against the British law that made salt very expensive by collecting heavy taxes from common people. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സാധാരണക്കാർക്ക് ഉപ്പിന്മേൽ വലിയ നികുതി ചുമത്തിയ ബ്രിട്ടീഷ് നിയമത്തിനെതിരെയാണ് ഈ സമരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. As part of this struggle, Gandhi led the famous Dandi March from Sabarmati Ashram to the Dandi seashore to break the salt law. Very important point. അതായത് മക്കളെ, ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്ന്
ദണ്ഡി കടൽ തീരം വരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ദണ്ഡി യാത്ര നടത്തുകയും ഉപ്പു നിയമം ലംഘിക്കുകയും ചെയ്തു. This movement united thousands of people across the country and became a major step in India's freedom struggle. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത ഈ സമരം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയൊരു ചുവടുവെപ്പായിരുന്നു. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമ്മളോട് സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മക്കൾ ഓർക്കേണ്ട ഒന്നാണ് ഏത് വർഷം നടന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് നമ്മുടെ ദണ്ഡി മാർച്ച്. ഓക്കെ അല്ല മക്കളെ? അത് 3 പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് എഴുതാനായിട്ട് മക്കളെ പ്രിപ്പയർ ആയിട്ട് പോവാ. സെറ്റ് അല്ല മക്കളെ? ദെൻ അടുത്തത് നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് മക്കളെ. ക്വിറ്റ് ഇന്ത്യ സമരം നോക്കിക്കേ. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ഓഗസ്റ്റ് 1942 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. 1942 ഓഗസ്റ്റില് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വലിയൊരു ജനകീയ സമരമാണ് ഇത് മക്കളെ, ക്വിറ്റ് ഇന്ത്യ സമരം. നോക്കിക്കേ. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് വിത്ത് എ സ്ട്രോങ് ഡിമാൻഡ് ദാറ്റ് ദി ബ്രിട്ടീഷ് മസ്റ്റ് ലീവ് ഇന്ത്യ കംപ്ലീറ്റ്ലി. എന്താ മക്കളെ? വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും ഇന്ത്യ വിട്ടു പോകണമെന്ന ശക്തമായ ആവശ്യമുയർത്തിയാണ് ഈ സമരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവര് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. During this moment, Gandhi gave the famous inspiring slogan, "Do or die" to the people. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഈ സമയത്താണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യം എന്ത് ചെയ്തിട്ടുള്ളത്, ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? Then നോക്കൂ. Even though the British arrested many leaders, millions of ordinary people joined the struggle, making it one of the most powerful protests against the British rule. അതായത് മക്കളെ, പ്രധാന നേതാക്കന്മാരെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാര് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചെങ്കിലും ലക്ഷക്കണക്കിന് സാധാരണക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ, ആ ഒരു സമരത്തില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവും അതുപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കളെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സെറ്റ് അല്ല മക്കളെ? ദെൻ അതിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഡിഫൻഡിയർ ഗാന്ധി. അതായത് മക്കളെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആരാണ് മക്കളെ? സുഭാഷ് ചന്ദ്രബോസ്, കെ കേളപ്പൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആരാണ് മക്കളെ പറഞ്ഞേ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആൾ? ആരാണ് പറഞ്ഞേ മക്കളെ? ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ് പറഞ്ഞിട്ടുണ്ട്, മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സെറ്റ് അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ. ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ, അതായത് മക്കളെ ഇന്ത്യയുടെ ഭൂപ്രകൃതി. നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അതായത് മക്കളെ, ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? 5 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾ ഭൂപടം നോക്കിയിട്ട് കണ്ടെത്തണം. 5 എണ്ണവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏതാണ്? ഇവിടെ നമുക്ക് എന്തുണ്ട് മക്കളെ? മധ്യപ്രദേശ് ഉണ്ട് അല്ലെ? മധ്യപ്രദേശ് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ മാപ്പിൽ ഉള്ളത് അല്ലെ? അപ്പൊ നോക്കിക്കേ, അതിന് ചുറ്റും ഏതൊക്കെയുണ്ട് മക്കളെ? എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1, അതുപോലെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. കണ്ടോ മക്കളെ? മറ്റ് 5 എണ്ണവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് എന്ത് പറയാം? മധ്യപ്രദേശ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാം? മാപ്പ് നോക്കിയിട്ട് കണ്ടെത്തുക 5 എണ്ണവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏതാ. അതേപോലെ മറ്റൊന്നാണ് മക്കളെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് ആൻസർ കൺഫേം ആക്കുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which sea is found on the west of Kerala? അതായത് മക്കളെ, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏത് എന്നാണ് ചോദിച്ചത്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന കടൽ ഏതാ എന്നാണ് ചോദിച്ചത്. നമ്മുടെ കേരളം ഇവിടെയല്ല മക്കളെ. കേരളത്തിന്റെ
കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന കടൽ ഏതാ എന്ന് ചോദിച്ച കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ കാണാം അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം കൃത്യമായിട്ട് നമ്മളോട് എവിടെയാണ് ചോദിച്ചത്? കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന വെസ്റ്റിൽ കാണപ്പെടുന്നതാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് മക്കളെ? അറേബ്യൻ സീ ആണ് വരിക, അറേബ്യൻ കടലാണ് വരിക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, എന്താണ്? ഫൈൻഡ് ഔട്ട് ദി അനദർ സ്റ്റേറ്റ് other than the West Bengal and Andhra Pradesh that shares border with the Bay of Bengal. എന്താ മക്കളെ പറഞ്ഞത്? ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടിയുണ്ട്, കണ്ടെത്തി എഴുതൂ. ഏതാണ് മക്കളെ വരുന്നത്? തമിഴ്നാടാണ് വരുന്നത് കേട്ടോ. ഏതാണ്? തമിഴ്നാട്. ഇതെല്ലാം കൂട്ടുകാർക്ക് അവിടെ മാപ്പിൽ ഉണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മാപ്പ് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദി സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? അതായത് മക്കളെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളം എവിടെയാണെന്ന് അറിയാലോ മക്കളെ. ഇതാണ് നമ്മുടെ കേരളം. അപ്പൊ ഏതൊക്കെ വരും? നോക്കിക്കേ, നമ്മുടെ തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക. ഓക്കെ, നോക്കിക്കേ മക്കൾ, ഈ 5 മാർക്ക് നിങ്ങൾക്ക് മാപ്പിൽ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് മക്കൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് മാപ്പ് അവിടെ തന്നിട്ടുണ്ടായിരിക്കട്ടെ മക്കളെ. നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, ഫ്ലൈയിങ് ഫ്രണ്ട്സ്, അതായത് പറക്കും കൂട്ടുകാർ എന്നതാണ് മക്കളെ. നോക്കിക്കേ, ഇത് നമ്മുടെ നെക്സ്റ്റ്, അതായത് ബേർഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചാപ്റ്ററിലെ മക്കളെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. നോക്കിക്കുക മക്കളെ, റീന ഗിവ്സ് ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ ഹർ ഒബ്സർവേഷൻ ഓഫ് വേരിയസ് സ്പീഷീസ് of birds regularly seen around her house. Examine each and മാച്ച് ദി ഇൻഫോർമേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. അതായത് മക്കളെ, റീന തന്റെ വീടിന്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിക്ക് നേരെ വരച്ചെടുക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫ്ലൈസ് ഹൈ, has pointed close and sharp beak, chases and catches the prey. അതായത് മക്കളെ, ഉയരത്തിൽ പറക്കും, കൂർത്ത നഖങ്ങളുണ്ട്, മൂർച്ചയുള്ള ചുണ്ടുകളുണ്ട്, ഇരയെ റാഞ്ചി പിടിക്കും. ആരാണ് മക്കളെ? കിങ്ഫിഷർ ആണോ, പൊന്മാനാണോ, അല്ലെങ്കിൽ വുഡ് പെക്കർ മരംകൊത്തിയാണോ, ക്രോ കാക്കയാണോ, ഈഗിൾ പരുന്താണോ? ആരാണ് മക്കളെ? അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ആരാണ്? പരുന്താണ് അല്ലെ? പരുന്തല്ലേ മക്കളെ? നല്ല ഉയരത്തിൽ പറക്കുകയും കൂർത്ത നഖങ്ങളും മൂർച്ചയുള്ള ചുണ്ടുകളും അതുപോലെ തന്നെ ഇരയെ റാഞ്ചി പിടിക്കുന്നൊക്കെ ആരാണ്? ഈഗിളാണ്. അത് ഓൾറെഡി നമ്മുടെ ചോദ്യ പേപ്പറിൽ ആൻസർ തന്നിട്ടുണ്ട് അല്ലെ. സെക്കൻഡ് ക്ലൂ നോക്കിക്കേ മക്കളെ, ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽ ഇൻ ഗ്രൂപ്പ്, ക്ലീൻ ദി സറൗണ്ടിങ്സ്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? കറുത്ത നിറമാണ്, കൂട്ടമായിട്ട് സഞ്ചരിക്കും, അതുപോലെ തന്നെ പരിസരം വൃത്തിയാക്കും, സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ചെയ്യും. ആരാ മക്കളെ? കുഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ആരാണ്? നമ്മുടെ ക്രോയാണ്, നമ്മുടെ കാക്കയാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേ, ഹാസ് സ്മോൾ ബോഡി, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹൺസ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ചെറിയ ശരീരമാണ്, പക്ഷെ നീളമുള്ള നീണ്ട ചുണ്ടുകളാണ്, വേഗത്തിൽ പറക്കും, അതുപോലെ പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. ആരാ മക്കളെ അത്? യെസ്, ആരാണ്? നമ്മുടെ കിങ്ഫിഷർ ആണ്, നമ്മുടെ പൊന്മാനാണ്. സിമ്പിൾ അല്ലേ മക്കളെ? ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ, is of medium size, has cap like part on the head, strong pointed claws. ആരാണ് മക്കളെ? ഇടത്തരം വലുപ്പമാണ്, തലയിൽ എന്തുണ്ട്? തൊപ്പി പോലുള്ള ഭാഗമുണ്ട്, ശക്തിയുള്ള കൂർത്ത നഖങ്ങളുണ്ട്. ആരെ കുറിച്ചാ പറയുന്നത്? നമ്മുടെ വുഡ് പെക്കറിനെ കുറിച്ചാണ്, മരംകൊത്തിയെ കുറിച്ച്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി വരുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിസ് അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്?
ഫസ്റ്റത്തെ ഏതാണ് മക്കൾ? ഉയരത്തിൽ പറക്കുകയും അതുപോലെ തന്നെ കൂർത്ത നഖങ്ങളും മൂർച്ചയുള്ള ചുണ്ടുകളൊക്കെ ഉള്ളത് ആരാണ്? ഇരയെ റാഞ്ചി പിടിക്കുന്നൊക്കെ ആരാണ്? ഈഗിളാണ്, പരുന്താണ്. ദെൻ നമ്മൾ പറഞ്ഞു ബ്ലാക്ക് കളറിലാണ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആയിട്ടാണ് അത് ട്രാവൽ ചെയ്യുക. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ, നമ്മുടെ ചുറ്റുപാടൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളാരാണ്? ക്രോയാണ്, കാക്കയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ചെറിയ ബോഡിയാണ്, പക്ഷെ ലോങ് ആയിട്ടുള്ള ബീക്ക് ഉണ്ട് അല്ലെ, നീളമുള്ള ചുണ്ടുകളുണ്ട്. അതുപോലെ തന്നെ റിവറിൽ നിന്നും പോണ്ടിൽ നിന്നും അല്ലെ, പുഴയിൽ നിന്നും കുളകളിൽ നിന്നൊക്കെ അതിന്റെ ഫിഷിന്, അതായത് അതിന്റെ ഇരയെന്റെയും അത് ക്യാച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആരെ കുറിച്ചായിരുന്നു? കിങ് ഫിഷർ ആണ്, പൊന്മാനെ കുറിച്ചാണ് അല്ലെ. ലാസ്റ്റ് വൺ ഏതായിരുന്നു? മീഡിയം സൈസ് ആണെന്ന് പറഞ്ഞു. ഒരു ക്യാപ് ലൈക്ക് പാർട്ട് അതിന്റെ ഹെഡിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് പോയിന്റഡ് ആയിട്ടുള്ള ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് മക്കളെ? വുഡ്പക്കറിനെ കുറിച്ചാണ്, മരംകുത്തിയെ കുറിച്ചാണ്. സെറ്റ് അല്ല മക്കളെ? ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് ഇനി നമുക്ക് വരാനായിട്ട് പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അടുത്ത ദിവസത്തെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.